ഇതുപോലത്തെ വെറൈറ്റി ഡിസൈൻസ് ആണ് നമ്മളുടെ എല്ലാ ക്ലയൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്പെക്ട്ര ഡെക്കറിൻ്റെ പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ സുരേഷ്. ഹലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒലീവ് കലിസ്റ്റയിലെ കഴിഞ്ഞ തവണ ചെയ്ത ആ സെയിം അപ്പാർട്ട്മെൻറ്റ്സിലെ സെയിം ഫ്ലോറിലെ രണ്ടാമത്തെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇത് നമ്മളുടെ അജോ സാറിൻ്റെയും നീതു മാമിൻ്റെയും ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കോൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റ്. ആ ഒരു ഫ്ലാറ്റിൽ ചെയ്തതിനേക്കാളും വേറിട്ടൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ലാറ്റിൻ്റെ ലിവിങ് ഏരിയയിലാണ്. ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളുടെ ഒരു COD സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും, ഇതൊരു കെയിൻ ഷീറ്റ് ഡിസൈനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല എല്ലാത്തിൻ്റെയും ടോപ്പ് പ്ലെയിൻ ആയിരിക്കും പൊതുവേ കാണുന്നത്. ബട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു മോഡൽ മിററാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ സീലിങ്ങിൽ നിന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു വാം ഫിനിഷുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഉണ്ട്. ഇവിടെ നമ്മൾ DB ബോക്സ് ആണ് കേട്ടോ. DB ബോക്സിനെ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ ബൈബിളത്തെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഗ്ലാസ്സിൽ എച്ചിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ DB കവർ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളുടെ TV ഏരിയ ആണ് വരുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഇവിടുത്തെ TV നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് അതിൻ്റെ ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ ഷാമ്പയിൻ കളറിലുള്ള ഒരു ടെക്സ്റ്റർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സോഫ സീറ്റിംഗ് ആണെങ്കിൽ ഒരു സിംഗിൾ ലെവലിൽ, അതായത് 2 സീറ്റിംഗ് ലെവലിലുള്ള ഒരു സിംഗിൾ ടൈപ്പ് സോഫയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ സീലിംഗ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ജിപ്സം സീലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ലിവിങ് ടു നമ്മളുടെ ഒരു കോമൺ ഏരിയയിലേക്കുള്ള എൻട്രൻസ് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ആർച്ച് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ വുഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ റെഡ് പോലത്തെ ഉള്ള ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു വുഡ് ഷെയ്ഡാണ് നമ്മളിവിടേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നോക്കുന്നത് നമ്മളുടെ ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ മൊത്തം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോത്ത് കർട്ടൻ ആണ്. അപ്പോൾ ആ മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് നല്ല മാച്ചിങ് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ടോട്ടലി ഇതിൻ്റെ കളർ പാലറ്റിങ് മൊത്തം പോയിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഷാമ്പയിൻ കളറിലുള്ള ഒരു കേർട്ടനും അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ കളർ പാലറ്റിങ് കൃത്യമായി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ഭാഗവും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളുടെ ഒരു പ്രെയർ ഏരിയ കം പാർട്ടീഷനാണ്. അതായത് രണ്ടും കൂടിയിട്ട് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഒരു ഓപ്പൺ ബോക്സ് ത്രൂ ഔട്ട് ഒരു ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് വിസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ബോക്സ് ആണ്. നമ്മൾ ത്രൂ സീലിംഗ് വരെയുള്ള ആ ഒരു ഹൈറ്റിലാണ് ഈ ഒരു ഓപ്പൺ ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രെയർ ഏരിയ ആണെങ്കിലും ഒന്നും ഇവിടെ ഇങ്ങനെ ഓവറായിട്ടുള്ള ഒരു ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആവുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രെയർ ഏരിയയിൽ കണ്ടു കഴിഞ്ഞാലും ആവശ്യമുള്ള ആ ഒരു രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് രീതിയിൽ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് എങ്ങനെ ഇൻറ്റീരിയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ ഇത് നമ്മളുടെ ലിവിങ് കോമൺ ഏരിയ കഴിഞ്ഞിട്ട് നമ്മളൊരു ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഈ ഫ്ലാറ്റിലെ കോമൺ ഏരിയാസ് മാത്രമല്ല, റൂംസ് ആണെങ്കിലും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഫ്ലാറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു കൺജസ്റ്റഡ് ഫീലോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ്. ഇവിടെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ചെയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു TV ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ബാക്ക് വോൾ ടെക്സ്റ്ററിൽ ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും TV വെക്കുന്നില്ല. ഫ്യൂച്ചറിൽ മേ ബി നമുക്ക് അവിടെ TV യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ ഡൈനിങ്ങിൽ നേരെ ഓപ്പോസിറ്റ് തിരുവത്താഴത്തിൻ്റെ ഒരു നല്ലൊരു യൂണിക്കായിട്ടുള്ളൊരു പിക്ചറും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ മിനിമലിസ്റ്റിക് ആവുന്ന രീതിയിലാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത്. കോമൺ ഏരിയാസിലും ഒക്കെയാണ് ഇവിടെ സീലിംഗ് വന്നിട്ടുള്ളൂ. ബാക്കി റൂംസിലൊന്നും നമ്മൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ടീഷൻ്റെ ബാക്ക് വോളാണ് ഇത്. ഇവിടെ ബാക്ക് വോൾ ആണെങ്കിലും
ഓവർ ആർഭാടമാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലെയിനായിട്ട് പാനൽ ചെയ്ത് അതിൽ ഗ്രൂ ഡിസൈൻ കൊടുത്ത് അവിടെ കർത്താവിൻ്റെ ഒരു ഫോട്ടോ ആണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വോളിനെ ടോട്ടലി ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ഡൈനിങ്ങിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇനഫ് ആവാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സീറ്റിംഗ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഡൈനിങ്ങിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാനും ആ സ്പേസ് കൺജസ്റ്റഡ് ആവാത്ത രീതിയിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ നോക്കിയാൽ അറിയാം, മാക്സിമം സ്പേസ് യൂട്ടിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടോട്ടൽ ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്യുവർലി യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ മറൈൻ പ്ലൈ WPC കോമ്പിനേഷനാണ്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ ഗോൾഡൻ പ്രൊഫൈൽ, ഗോൾഡൻ ഷാമ്പയിൻ കളറിലുള്ള റോസ് ഗോൾഡ് ഫിനിഷാണ് എടുത്തിട്ടുള്ളത്. ഹെറ്റിച്ചിൻ്റെ ആക്സസറീസും ഹിഞ്ചസും ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും, സിങ്കിൻ്റെ ഏരിയയിൽ നമ്മളിതിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അടിയിലുള്ള ആ ഒരു ഏരിയയിൽ നമ്മളിതിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്ക് ഇതിൽ ഡബിൾ ബൗൾ സിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അപ്പർ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഒരു ബീജും ഡാർക്ക് ബീജും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് ടോട്ടലി ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മുകളിൽ 4 ഷട്ടർ നമ്മൾ ഗ്ലാസ് പ്രൊഫൈൽ അലൂമിനിയം, ഹെറ്റിച്ചിൻ്റെ തന്നെ അലൂമിനിയം ഗ്ലാസ് പ്രൊഫൈലാണ് കൊടുത്തിട്ട് ബ്ലാക്ക് ടിൻഡ് ഗ്ലാസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ GTPT ഒക്കെ ആ ഒരു രീതിയിലാണ്, ഗ്ലാസ് ഡോറിലാണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് ഫോൾഡബിൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ കിച്ചണിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മോബ് സ്റ്റോറേജ് ആണ് എല്ലാ കിച്ചണിലും. ഇപ്പോൾ എക്സ്പെഷ്യലി ഫ്ലാറ്റുകളിൽ മോബ് സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വെക്കാനോ അത് സേഫായിട്ട് കീപ്പ് ചെയ്യാനും നീറ്റായിട്ട് കീപ്പ് ചെയ്യാനും ഒന്നും വേറൊരു സ്പേസ് ചെയ്യുന്നതിനേക്കാളും ഓപ്പൺ ആയിട്ട് ഇടുന്നതിനേക്കാളും ഇങ്ങനെ ഒരു കുഞ്ഞ് സ്പേസ് ഒരു 25 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മോബ് സ്റ്റോറേജ് എല്ലാ കിച്ചണിലും ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൽ മാക്സിമം സ്റ്റോറേജ് ഉൾപ്പെടുത്തുന്ന രീതിയിലൊരു ടോൾ യൂണിറ്റും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു സ്പേഷ്യസ് ഉള്ള ഒരു സംഭവം, അതായത് ഒരു 450 ഉള്ളൂ. പക്ഷെ ആ ഒരു ഏരിയയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോൾ യൂണിറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ, ആക്സസറീസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തിട്ടാണ് ഈ കിച്ചൺ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോർണർ യൂണിറ്റാണ്. ഇവിടുത്തെ കോർണർ യൂണിറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോർണർ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ള ഒരു ഏരിയ. ഇവിടെ ഈ ഒരു കോർണറിൽ നമുക്കിത് ഓപ്പൺ ചെയ്താൽ വലിയ വലിയ പാത്രങ്ങൾ ഡംപ് ചെയ്യാനും അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നോക്കുക, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതാണ് റോളിംഗ് ഷട്ടർ. എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പുള്ള റോളിംഗ് ഷട്ടർ അല്ല. ഇവിടെ റോളിംഗ് ഷട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നന്നായി സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കണ്ടോ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ പ്ലഗ് ഉണ്ട്. മിക്സിയൊക്കെ ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മളുടെ വിക്കർ ബാസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സ്റ്റോറേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു സ്റ്റോറേജ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യാനും ഈ കുഞ്ഞി കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ഫ്ലാറ്റിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിങ് സൈസിന് പകരം നമ്മൾ ക്യൂനാണ് കൊടുത്തത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം അങ്ങനെ തന്നെയായിരുന്നു. വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ 4 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ലോഫ്റ്റ് ഉണ്ട്, ഫുൾ ഹൈറ്റുള്ള ലോഫ്റ്റ്. ഡോറിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ആ ഒരു ലൂവർ എല്ലാം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊരു ലൂവർ ലാമിനേറ്റ് ആണ്. അതുപോലെ ഇതിലൊരു ഇപ്പുറത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അറിയില്ല, ഇതിൽ നമുക്കൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു യൂസ്ഡ് ക്ലോത്തിൻ്റെ സ്റ്റോറേജ് സ്പേസും കൂടി ഉണ്ട്. അപ്പോൾ അതൊരു ഡോറാണെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്.
എന്നിട്ട് പുഷ് ഓപ്പൺ ആണ് നമ്മളതിൻ്റെ ഹാൻഡിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വിസിബിലിറ്റി വരില്ല. ഇതിൽ നമ്മളൊരു ലോങ് ആയിട്ടുള്ള SS ഫിനിഷ് ബ്രഷ് ഫിനിഷ് ഉള്ള ലോങ് ഹാൻഡിൽസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസ് അല്ല ക്യൂൺ സൈസാണ് ബെഡ് കോട്ട്. ഇത് ടീ കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് സ്പേസ് ആയിട്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു സ്റ്റോറേജ്, ഗ്ലാസിൻ്റെ അലൂമിനിയം പ്രൊഫൈലിലൊരു സ്റ്റോറേജും ത്രൂ ഔട്ട് ഒരു ലോഫ്റ്റ് അപ് ടു സീലിംഗ് വരെയുള്ള ഒരു സ്റ്റോറേജും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു ലൂവർ, ഇത് റെഡിമെയ്ഡ് ലൂവറാണ്. റെഡിമെയ്ഡ് ലൂവർ വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ബോർഡർ ടെക്സ്ചർ ഇവിടുത്തെ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടെക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് ഇത് മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഈ ഡ്രസ്സിങ് ഏരിയ ചെയ്തേക്കുന്നത് ഇതൊരു ഓവൽ ടൈപ്പിലുള്ള ഒരു മിറർ, പ്ലസ് ഇതിന് നമുക്കിങ്ങനെ സ്റ്റോറേജ് ആയിട്ട് ഇവിടെ സ്ലൈഡിങ് ആണ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും ഒരു സ്റ്റോറേജ് ആണ്. പ്ലസ് നമുക്ക് ഒരു ലോങ് മിററിൻ്റെ ഇതും കിട്ടും. അപ്പോൾ ഇവിടുത്തെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജുമാണ് ഇതിന് കിട്ടുന്നത്. ഒരു കുറച്ച് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റുകൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓവർ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്താൽ നന്നായിരിക്കും. ഇത് നമ്മുടെ കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെ 2 ലെവലിലാണ് നമ്മൾ വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ്, ഒരു കുഞ്ഞ് സ്റ്റഡി ഏരിയ, വാർഡ്രോബിൻ്റെ ഒരു ഡിസൈനൊക്കെ ഒരു കിഡ്സ് ലെവലിലുള്ള രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആവുന്ന രീതിയിലാണ് നമ്മളിവിടേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷട്ടറിലൊക്കെ മിക്സിങ്ങും ഗ്രൂ ഡിസൈനും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് ഏരിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വാർഡ്രോബിൻ്റെ ഡോറിൻ്റെ മുകളിലാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുള്ളത്. അയണിങ് ടേബിളായിട്ട് നമ്മൾ ഫോൾഡബിൾ ടൈപ്പുള്ള അയണിങ് ടേബിളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വാഷ് ഏരിയ. ഇവിടെ ഓൾറെഡി ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. ആ സ്ലാബ് കാണാതിരിക്കാൻ അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു ടോപ്പിംഗ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ആർട്ടിഫിഷ്യൽ കെയിൻ ലാമിനേറ്റും അതുപോലെ ഇവിടുത്തെ കോമൺ വുഡ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിൽ ഡോസൊക്കെ കൊടുത്ത് മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഒരു മെറ്റാലിക് ഫിനിഷുള്ള ഒരു നോബൊക്കെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ലൈറ്റിംഗ് മിററും ബാക്കിൽ നമ്മളുടെ ടൈലും ഒക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു എന്താ പറയുക വാഷ് ഏരിയ മാക്സിമം സ്പേഷ്യസ് ആക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗസ്റ്റ് ബെഡ് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഷെയ്ഡ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. നമ്മളെങ്ങനും അധികം ചൂസ് ചെയ്തിട്ടോ ഇല്ല ഈ ഒരു ഷെയ്ഡ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും വിചാരിച്ച ആ ഒരു ഭംഗിയിലേക്ക് തന്നെ എത്തി എന്നുള്ളത് വളരെ സന്തോഷം. അപ്പോൾ ഇതിൽ നമ്മളൊരു ബേ വിൻഡോ കോൺസെപ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബേ വിൻഡോ ഉണ്ട്, ഇപ്പുറത്തൊരു മാക്സിമം സ്റ്റോറേജ് ഉള്ള ഒരു യൂണിറ്റ് ഉണ്ട്. വാർഡ്രോബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബേ വിൻഡോയിൽ ഒരു കുഷ്യനൊക്കെ കൊടുത്ത് നമുക്കിവിടെ ഒരു എന്താ പറയുക മാക്സിമം റിലാക്സ് ചെയ്യാനും റീഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ റീഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ, വളരെ കൂളായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾക്ക് ഒരു 2 ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് സ്പേസ് മാക്സിമം ഇൻസൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹാങ് ചെയ്തിടുന്ന രീതിയിലുള്ള ഇൻസൈഡാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ബോൾ ആണെങ്കിൽ വളരെ ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഒരു സിമെൻറ്റ് ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ ഡയറക്റ്റുള്ള ലൈറ്റ്സ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെല്ലാം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ഇല്ല, ബട്ട് ഒരു ലൈറ്റിംഗ് ഉള്ളൊരു റെഡിമെയ്ഡ് മിറർ ഉണ്ട്. പ്ലസ് ഒരു വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജും ഒക്കെ അടങ്ങിയ ഒരു ടേബിൾ സ്പേസും ഒരു വാർഡ്രോബും ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ സ്പേസിൽ നമ്മളൊരു മെറ്റൽ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇവിടെയും നമ്മൾ യൂസ്ഡ് ക്ലോത്തിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ഓപ്പൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷട്ടർ ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഹായ് ഓൾ, എൻ്റെ പേര് അജോയ്, ദിസ് നീതു. ഞങ്ങൾ സ്പെക്ട്രനെ പരിചയപ്പെടുന്നത് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ ഒരു ഷോയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് അവരെ പോയി കണ്ട് സംസാരിക്കുകയും അവരുടെ ചെയ്ത പ്രൊജക്ട്സൊക്കെ പോയി കാണുകയും ചെയ്തു. സോ ദാറ്റ് ഗേവ് us എ കോൺഫിഡൻസ് ഇവർ മതിയെന്ന്.
എന്നിട്ട് ഞങ്ങളിപ്പം അവർക്ക് കൊടുത്തു. ഓൺ ടൈം ആയിരുന്നു അവരുടെ ഡെലിവറബിൾസ് എല്ലാം. സോ വെരി ഹാപ്പി. ദ ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി ഗുഡ്. ഇവിടെ വീഡിയോ വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് വന്ന എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ക്വാളിറ്റി. സോ സ്പെക്ട്ര ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. എന്തും എല്ലാ ഫിനിഷിങ്ങും എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്താണോ കമ്മിറ്റ് ചെയ്ത് അതെല്ലാം ഡെലിവർ ചെയ്തിട്ടുണ്ട്. എന്താണോ നമ്മൾ ചോദിക്കുന്നത് അതിന് അവർ നോ പറയാറില്ല. സോ അത് കാരണം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ ഐഡിയാസ് എല്ലാം നമുക്ക് പറയാനും പറ്റി. അവരതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. എ ബിഗ് താങ്ക്സ് ടു സ്പെക്ട്ര. അപ്പോൾ ഇന്നത്തെ ഇൻറ്റീരിയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരുന്നത് ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്പേസ്, ഇപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ പോലും അതിലത്തെ നമുക്ക് ഔട്ട് സൈഡ് യൂസ് ചെയ്യാൻ കുറേ സംഭവം ഉണ്ടാകും. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ, ആ വീട്ടിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ബിൽട്ടപ്പ് ഏരിയയുടെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചിങ് ആണ്. മാത്രമല്ല അവിടെ ചൂസ് ചെയ്യുന്ന കളർ പാലറ്റിങ്, അവിടെ ചൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയലിൻ്റെയും അതായത് ഡെപ്ത് മാക്സിമം കുറവായിരിക്കണം. സ്റ്റോറേജ് സ്പേസ് എന്നാൽ കസ്റ്റമർക്ക് ആ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്റ്റോറേജ് ആഡ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് ഉണ്ട്. പിന്നെ വലിയ ബിൽഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 ഇതിനൊക്കെ മുകളിലുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് എന്തായാലും സ്പ്രിംഗ്ലർ ഉണ്ടാവും. ആ പൊസിഷൻസ് മാറാൻ പറ്റില്ല, AC പോയിൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ പലപ്പോഴും പല ക്ലയൻസും ഫ്ലാറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മുൻകൂട്ടി തന്നെ നമ്മളുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ, ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എത്തുകയാണെങ്കിൽ ഡിസൈൻസും ഇലക്ട്രിക്കൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.